വെറും 3 സീനുകളിൽ മാത്രം വന്നു പോകുന്ന ഒരു കഥാപാത്രം. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിക്കോദേമോസ്. സ്ക്രീൻ സ്പേസ് കുറവാണ് എന്നോർക്കണ്ട, ആൾ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ്. ആദ്യം നിക്കോദേമോസിനെ കാണുക ഒരു രാത്രിയിലാണ്. ഈശോയെ കാണാൻ വരുന്നു. യഹൂദരുടെ ഗുരുവും പണ്ഡിതനും വചനം പഠിച്ചവനുമായ നിക്കോദേമോസ് രാത്രിയിൽ ഈശോയെ കാണാൻ വരുന്നു. ഈശോയോട് താല്പര്യമുണ്ട്. നീ ദൈവത്തിൽ നിന്ന് വന്ന ഗുരുവാണ് എന്നെനിക്കറിയാം എന്നുകൂടി പറയുന്നുണ്ട്. പക്ഷെ ഈശോയിലുള്ള വിശ്വാസം പരസ്യമാക്കാൻ ആഗ്രഹമില്ല. അതുകൊണ്ടാണ് ഇരുട്ടിൻ്റെ മറവിൽ വന്നത്. മറ്റാളുകൾ കാണരുത്, അവരെന്ത് വിചാരിക്കും, എൻ്റെ പേര് പോകുമോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നിക്കോദേമോസ് പ്രശ്നം നമുക്കും ഇല്ലേ? ഈശോയിലുള്ള വിശ്വാസം പരസ്യമായി ഏറ്റുപറയാൻ മടിക്കാറില്ലേ? സർവശക്തനായ ദൈവത്തിൽ വിശ്വസിച്ചിട്ട് നമ്മൾ പിന്നെ എന്തിനൊക്കെയാ പേടിക്കുക? അതുകൊണ്ട് ഈശോ നിക്കോദേമോസിനോട് പറയും, നീ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കണം, ആത്മാവിനാൽ നിറയപ്പെടണം. അവനത് ചെയ്യുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് നിക്കോദേമോസിന്റെ വളർച്ച സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ആദ്യം ഈശോയെ പരസ്യമായി പിന്തുണയ്ക്കുന്നു, ഈശോയ്ക്ക് വേണ്ടി വാദിക്കുന്നു. അവസാനം ഈശോയുടെ മരണശേഷം അരിമത്യാക്കാരൻ ജോസഫിനോടൊപ്പം ചേർന്ന് ഈശോയുടെ ശരീരം കുരിശിൽ നിന്നിറക്കി കല്ലറയിൽ സംസ്കരിക്കുന്നത് നിക്കോദേമോസാണ്. ആത്മാവിനാൽ നിറയപ്പെടാൻ പ്രാർത്ഥിക്കണം. നമ്മുടെ വിശ്വാസത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പേടിയും അഴുക്കുമൊക്കെ ആത്മാവിനെ ഇല്ലാണ്ടാക്കാൻ പറ്റുകയുള്ളൂ. പരിശുദ്ധാത്മാവെ, എന്നെ ശക്തിപ്പെടുത്തണമേ.